പൃഥ്വി ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ആ. തിരുമേനി, കുടുംബത്തില് പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള പൂജ എപ്പോഴാ നടത്തുക? ഉടനെ തന്നെ നടത്താം. എല്ലാരും തയ്യാറല്ലേ? തയ്യാറാണ് തിരുമേനി. പൃഥ്വി ഇപ്പൊ വരും. ഇവരാണോ ഒരു കൂട്ടര്? ആ അതെ. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അതിന് സാധ്യത കുറവാ. അവൻ ഈ കുടുംബത്തിലൊന്നുമല്ല. അതിപ്പോ പൂർണിമ ദത്തെടുത്തതുപോലെ വീട്ടിൽ കയറ്റിയത് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേവന്റെ മുത്തശ്ശന് ഓർമ്മയില്ലേ? അദ്ദേഹത്തെ പറിച്ചു വെച്ചതുപോലുണ്ട്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ തിരുമേനി? ഓ, ആ അതെ അമ്മേ, അങ്ങനെ തന്നെയാവും. കിരൺ പാലക്കാടുകാരനാ. ഓ, അപ്പോ എനിക്ക് തെറ്റുപറ്റിയതാ. തിരുമേനി പറഞ്ഞതാ സത്യം. പതിയെ അതെല്ലാരും മനസ്സിലാക്കിക്കോളും. പൂജ തുടങ്ങാൻ സമയമെങ്കിൽ പൃഥ്വിയെ വിളിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ഞാൻ പോയി നോക്കാം. ഞാൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താം. 4 പേരോടും റെഡിയായിരുന്നോളാം പറയൂ. ശരി തിരുമേനി. ഞാനും പോയി പൃഥ്വി എവിടെയാന്ന് നോക്കട്ടെ. വാ മോളെ. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി വള. പൃഥ്വി എവിടെ? ആ, പൃഥ്വി കുളിക്കുക. എന്താ അമ്മേ? ആ കിരണിന്റെയും ദുർഗയുടെയും കാര്യത്തിൽ ഇനി ഒരു ഉഴപ്പ് വിചാരിക്കാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളെല്ലാവരോടും എപ്പോഴും പറയാറുള്ളതല്ലേ. ആ നാശങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. അതെ, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താ അമ്മേ? അമ്മ എന്താ ചെയ്തേ? അതൊക്കെ പറയാം. ദുർഗയും പൂർണിമയും തമ്മില് നമ്മൾ അറിയാത്ത എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അവരെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ. അതമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ നമ്മളറിയാത്ത ബന്ധമൊന്നും അവര് തമ്മിൽ കാണില്ല. ദുർഗ ഒരു ഉടുമ്പ. ഒരാളെ പിടിച്ച ആ പിടി വിടില്ല. അങ്ങനെ പൂർണിമ ചേച്ചി ദുർഗയുടെ കള്ളത്തരത്തിൽ പെട്ടുപോയതാവാനാ സാധ്യത. അതെന്ത് തന്നെ ആയാലും അതൊക്കെ തെളിയിക്കാനും നമ്മളെ സഹായിക്കാനും കഴിവുള്ള ഒരാളെ തന്നെയാ ഞാൻ വിളിച്ചിരിക്കുന്നത്. അതാരാ അങ്ങനെ ഒരാള്? എന്റെ ഏട്ടൻ ചന്ദ്രസേനൻ. പല പ്രതിസന്ധികളിലും എന്നെ സഹായിച്ചിട്ടുള്ളത് എന്റെ ഏട്ടനാണ്. ഇത്തവണയും ഈ കുരുക്കിൽ നിന്നും ഏട്ടൻ നമ്മളെ രക്ഷിക്കും. പൃഥ്വി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില് ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നു. പക്ഷേ പൃഥ്വിയെ കൊണ്ട് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെ സഹായം സ്വീകരിച്ചാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ആ നാശത്തിന് ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി. അതേ ഉള്ളൂ എനിക്ക്. ആ, എനിക്കിപ്പോ അതേ ചിന്തയുള്ളൂ. എന്താണ്
രണ്ടുപേരും കൂടി ചർച്ച. അതാ ദുർഗ ഇവിടുന്ന് ഇറക്കി വിടുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. കിരണിനെയും ദുർഗയും ഇവിടെ നിന്ന് ഓടിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചന്ദ്രേട്ടനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. ഏട്ടൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ നിസ്സാര കാര്യത്തിന് എന്തിനാ അമ്മാവനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? അവരെ ഒതുക്കാനേ ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമുള്ളൂ. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു പണി ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അവർ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടി ചവിട്ടാൻ പേടിക്കും. നോക്കിയോ? ഹലോ, എനിക്ക് ആ ബാഗ് എടുത്ത് വീട്ടിൽ വെക്കാൻ സാധിച്ചില്ല. അത് ഇപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അതിനിപ്പോ ഞാനെന്ത് വേണം? വേറെ ആരെങ്കിലും ആ വണ്ടി എടുത്തോണ്ട് പോയാ വലിയ പ്രശ്നമാവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ചിന്ത നിനക്കുണ്ടെങ്കിൽ നീ അതെടുത്ത് മാറ്റിയാനെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതെല്ലാം എത്രയും പെട്ടെന്ന് കോളേജുകളിൽ എത്തിക്കാൻ. എനിക്കത് നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡീലേഴ്സ് ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നുമില്ല. പോലീസ് ചെക്കിംഗ് കൂടിയിരിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഷാഡോയിലാണ്. എന്തായിരിക്കും? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത്തവണ നേരിട്ട് നീ ഡീൽ ചെയ്യേ. എനിക്ക് എന്റെ സാധനങ്ങൾ വിറ്റ് തീർത്തേ പറ്റൂ. സ്റ്റഫ് എത്രയും പെട്ടെന്ന് പണമായി മാറണം. വിറ്റ് കാശ് കൈ കിട്ടിയിട്ട് എന്നെ വിളിച്ചാ മതി. ശരി.